IPL വാതുവയ്പുമായി ബന്ധപ്പെട്ട് ദേശീയ ടീമിലെ താരങ്ങൾ ഉൾപ്പെടെ കൂടുതൽ കളിക്കാർ നിരീക്ഷണത്തിലാണെന്ന് UP പോലീസ്. UPയിൽ നിന്നുള്ള താരങ്ങളായ സുരേഷ് റൈന, RP സിംഗ്, പ്രവീൺ കുമാർ, പീയൂഷ് ചൗള, ഭുവനേശ്വർ കുമാർ എന്നിവരുൾപ്പെടെ 10 പേരാണ് നിരീക്ഷണത്തിലുള്ളത്. ഉത്തർപ്രദേശ് പോലീസ് ADGP അരുൺ കുമാറാണ് ഇക്കാര്യം അറിയിച്ചത്. അതേസമയം വാതുവയ്പ് സംബന്ധിച്ച ചോദ്യങ്ങളോട് ഇന്ത്യൻ നായകൻ മഹേന്ദ്ര സിംഗ് ധോണി പ്രതികരിച്ചില്ല. ഇന്ന് മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോൾ ചോദ്യങ്ങളിൽ നിന്ന് ധോണി ഒഴിഞ്ഞുമാറി. മാലിന്യ സംസ്കരണം ഖത്തറിൽ വെല്ലുവിളിയാകുന്നുവെന്ന് പഠനം. 2012-ൽ 8,70,000 ടൺ മാലിന്യമാണ് ഖത്തറിലെ വീടുകളിൽ നിന്ന് മാത്രം പുറന്തള്ളുന്നത്. 2011-നെ അപേക്ഷിച്ച് 2012-ൽ 7% വർധനവുണ്ടായതായി റിപ്പോർട്ടുകൾ പറയുന്നു. ഡോ കെമിക്കൽ വിവാദവുമായി ബന്ധപ്പെട്ട് കുവൈത്ത് പെട്രോളിയം മന്ത്രി ഹാനി ഹുസൈൻ രാജിവെച്ചു. പ്രതിപക്ഷം കുറ്റവിചാരണ പ്രമേയം ഇന്ന് ചർച്ചയ്ക്കെടുക്കുന്നതിന് മുൻപ് തന്നെ മന്ത്രി രാജിവെക്കുകയായിരുന്നു. മുസ്തഫ അൽ ഷിമാലിക് വകുപ്പിന്റെ താൽക്കാലിക ചുമതല നൽകിയതായി പാർലമെന്ററി കാര്യമന്ത്രി അറിയിച്ചു. അമേരിക്കൻ കമ്പനിയായ ഡോ കെമിക്കൽസുമായുള്ള വ്യാവസായിക കരാർ റദ്ദാക്കിയതിനെ തുടർന്ന് കമ്പനിക്ക് $220 കോടി നഷ്ടപരിഹാരം നൽകാൻ അന്താരാഷ്ട്ര തർക്കപരിഹാര കോടതി വിധിച്ചിരുന്നു. ഇതിനെ തുടർന്ന് പെട്രോളിയം മന്ത്രി ഹാനി ഹുസൈൻ പ്രതിരോധത്തിലായിരുന്നു. മന്ത്രിയുടെ പാളിച്ചയാണ് കുവൈത്തിന് പ്രതികൂലമായ വിധിയുണ്ടായതെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പ്രതിപക്ഷം പ്രമേയം കൊണ്ടുവന്നത്. ഉയരങ്ങൾ കീഴടക്കാനുള്ള മനുഷ്യന്റെ സാഹസിക ശ്രമങ്ങൾ വിജയം കണ്ടതിന് നാളെ 60 വയസ്സ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ എവറസ്റ്റിന്റെ ഉച്ചിയിൽ എഡ്മണ്ട് ഹിലാരിയും ടെൻസിംഗും വിജയപതാക നാട്ടിയതിന്റെ വാർഷികമാണ് നാളെ. 1953 മെയ് 29-ന് രാവിലെ 11:30-ക്കാണ് ടെൻസിംഗും ഹിലാരിയും എവറസ്റ്റിന്റെ ഉച്ചിയിൽ തൊട്ടത്. 8,850 മീറ്റർ ഉയരമുള്ള എവറസ്റ്റ് കയറാൻ ശ്രമിച്ച് അതിനു മുമ്പ് പലരും പരാജയപ്പെട്ടിരുന്നു. സാന്ദ്രീകരിച്ച ഓക്സിജൻ സിലിണ്ടറുകൾ പരിചിതമല്ലാത്ത കാലത്താണ് ഇവർ ഈ നേട്ടം കൈവരിച്ചത്. 7 ആഴ്ചയെടുത്തു കൊടുമുടി കീഴടക്കാൻ. അപ്രാപ്യമെന്ന് കരുതിയിരുന്ന എവറസ്റ്റ് കീഴടക്കി തിരിച്ചിറങ്ങിയ ഇരുവർക്കും വമ്പിച്ച സ്വീകരണമാണ് ലഭിച്ചത്. ന്യൂസിലൻഡ് പൗരനായ ഹിലരിക്ക് 2003-ൽ നേപ്പാൾ പൗരത്വം നൽകി ആദരിച്ചു. നേപ്പാൾ പൗരനായ ടെൻസിംഗ് 1986-ൽ മരിച്ചു. 2008-ൽ ഹിലരിയും. 1990-ൽ ഹിലരിയുടെ മകൻ പീറ്ററും അച്ഛന്റെ പാത പിന്തുടർന്ന് എവറസ്റ്റിന്റെ മുകളിലെത്തി. ഇതുവരെ 4000-ലധികം പേർ എവറസ്റ്റ് കീഴടക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. 660 പേരുടെ ശ്രമം വിജയിച്ചപ്പോൾ 142 ജീവൻ മഞ്ഞുമലയിൽ പൊലിഞ്ഞു. 60-ാം വാർഷികത്തിൽ നേപ്പാളിൽ പ്രത്യേക ഫോട്ടോ എക്സിബിഷനും നടന്നു. ന്യൂസ് ഡെസ്ക് മീഡിയ 1. ചൈനീസ് ഉൽപ്പന്നങ്ങളുടെ പ്രദർശനമേളയ്ക്ക് ദുബായിൽ തുടക്കമായി. 3 ദിവസം തുടരുന്ന മേളയുടെ ആദ്യ ദിനം തന്നെ വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. ലോകത്തെ വിസ്മയിപ്പിക്കുന്നതായിരുന്നു ഉൽപാദന മേഖലയിലെ ചൈനയുടെ കാൽവെപ്പുകൾ. ചൈന നിർമ്മിക്കാത്ത ഉപകരണങ്ങളോ ഉൽപ്പന്നങ്ങളോ ഇന്ന് ലോകത്തില്ല. ഒരുപക്ഷെ ലോകത്തെ എല്ലാ ഉൽപ്പന്നങ്ങൾക്കും അതേ പകർപ്പിൽ പകരം ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന ഏക രാജ്യം ചൈനയായിരിക്കും. ചെറിയ ചിലവിൽ ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തിക്കുവാൻ കഴിയുന്നത് ചൈന ഉൽപ്പന്നങ്ങളെ ചില്ലറയൊന്നുമല്ല ജനകീയമാക്കിയത്. ഇത്തരം നിരവധി ഉൽപ്പന്നങ്ങൾ ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുകയാണ് ദുബായിൽ ആരംഭിച്ച പ്രദർശനമേളയിൽ. മുട്ടുസൂചി മുതൽ വലിയ വീട്ടുൽപ്പന്നങ്ങൾ വരെ മേളയിൽ കാണാൻ കഴിയും. ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുവാൻ എളുപ്പമുള്ളതും ആരെയും ആകർഷിക്കുന്ന വിധത്തിലുമാണ് നിർമ്മിച്ചിരിക്കുന്നത്. ആയിരക്കണക്കിന് ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിച്ചിട്ടുള്ള മേളയിൽ സന്ദർശകരും ഏറെ തൃപ്തരാണ്. A lot of brands, a lot of different manufacturers and factories and from all fields. So I would like to visit again and again. 3 ദിവസം തുടരുന്ന മേളയിൽ നേരിട്ട് ചൈനയിൽ നിന്നെത്തിച്ച ഉൽപ്പന്നങ്ങളാണ് മുഴുവനും പ്രദർശിപ്പിച്ചത്. മേളയിൽ സന്ദർശകർക്കായി ഒരുക്കിയ 5D ചിത്രം സാങ്കേതികമായി മികച്ചതും സന്ദർശകർക്ക് ഹരം പകരുന്നതുമായിരുന്നു. 10,000-കണക്കിന് സന്ദർശകരെ പ്രതീക്ഷിക്കുന്ന മേള ഇത് 7ാമത്തെ തവണയാണ് ദുബായിൽ ഒരുക്കുന്നത്. സാങ്കേതിക രംഗത്ത് ചൈന കുതിക്കുന്നുവെന്നതിന്റെ നേർസാക്ഷ്യമായിരുന്നു മേളയിലെത്തിയ പല ഉപകരണങ്ങളും. ചൈനയുടെ വിവിധങ്ങളായ ഉൽപ്പന്നങ്ങളാണ് ഈ മേളയിൽ സന്ദർശകർക്കായി ഒരുക്കിയിരിക്കുന്നത്. ദുബായിൽ നിന്നും ക്യാമറാമാൻ യൂസഫ് അലിക്കൊപ്പം ഹാരിസ് അരിക്കുളം, മീഡിയ 1. സ്കൂൾ ബസ്സിനിടയിൽപ്പെട്ട് കുവൈത്തിൽ വിദ്യാർത്ഥിനി മരിച്ചു. സ്കൂളിൽ നിന്നും ഉന്നത മാർക്ക് വാങ്ങിയതിനുള്ള പ്രശസ്തി പത്രം വാങ്ങി പുറത്തിറങ്ങിയ 14-കാരിക്കാണ് ദാരുണമായ അന്ത്യം സംഭവിച്ചത്. ഉമ്മുൽ ഹൈമാനിലെ ഉമ്മു യാസിർ അൽ അൻസാരിയ വിദ്യാലയ പരിസരത്ത് വെച്ചായിരുന്നു സംഭവം. ഡ്രൈവർ വാഹനം പിറകോട്ടെടുക്കുമ്പോഴാണ് അപകടം സംഭവിച്ചത്. വാഹനം ഓടിച്ച ഏഷ്യക്കാരനെ പോലീസ് അറസ്റ്റ് ചെയ്തു. വടക്കാഞ്ചേരി സുഹൃത്ത് സംഘത്തിന്റെ 25-ാം വാർഷികത്തോടനുബന്ധിച്ച് ദുബായ് ഇന്ത്യൻ അക്കാദമി സ്കൂളിൽ മട്ടന്നൂർ ശങ്കരൻകുട്ടിയുടെ ട്രിപ്പിൾ തായമ്പകയും ഗാനസന്ധ്യയും അരങ്ങേറും. മാമാങ്കം എന്ന പേരിൽ വെള്ളിയാഴ്ച വൈകിട്ട് 3-നാണ് പരിപാടി. ബിജു നാരായണൻ, രമ്യ നമ്പീശൻ,
ബീന ആന്റണി, മനോജ്, നിഷാദ്, ഷൈൻ എന്നിവർ ഗാനസന്ധ്യയിൽ പങ്കെടുക്കും. സംഘടനാ ഭാരവാഹികളായ ചന്ദ്രപ്രകാശ് ഇടമന, ഷാൻഡി തോമസ്, സി മുസ്തഫ എന്നിവർ ദുബൈയിൽ വാർത്താസമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. 2022 ഖത്തറിൽ നടക്കുന്ന ലോകകപ്പ് ഫുട്ബോളിന്റെ മുന്നോടിയായി $550 കോടി ചെലവിൽ ഒഴുകുന്ന ഹോട്ടലുകൾ നിർമ്മിക്കാൻ സർക്കാർ ധാരണ. ആഡംബര വിലകൾ, വാട്ടർ തീം പാർക്ക്, 25,000 പേർക്ക് താമസിക്കാൻ ഉതകുന്ന 5 ഒഴുകുന്ന ഹോട്ടലുകൾ എന്നിവയടങ്ങുന്നതാണ് പുതിയ പദ്ധതി. ദോഹ എക്സിബിഷൻ സെന്ററിൽ നടക്കുന്ന സിറ്റിസ്കേപ്പ് എക്സിബിഷൻ ഉദ്ഘാടന ചടങ്ങിൽ ബർവ CEO അബ്ദുള്ള അൽ സുബായിയാണ് ഇക്കാര്യം അറിയിച്ചത്. മരണത്തിന് വരെ കാരണമാവുന്നതാണ് തേൽവിഷം. എന്നാൽ ഇറാഖിലെ കർഷകനായ ഇസ്മായിൽ ജാസിം മുഹമ്മദ് തേളിനെ ഏറെ ഇഷ്ടപ്പെടുന്നു. വെറും ഇഷ്ടമല്ല, തിന്നാനുള്ള ഇഷ്ടം. 15 വർഷമായി തേളിനെ തിന്നുന്ന ഇസ്മായിൽ ഇന്നതിൻ്റെ അടിമയാണ്. ഒരിക്കൽ ഒരു തമാശയ്ക്കാണ് തേളിനെ ചവച്ചു നോക്കിയത്. ഇസ്മായിലിന് തേളിൻ്റെ രുചി നന്നായി ബോധിച്ചു. പിന്നീട് അതൊരു ശീലമായി. ഇപ്പോൾ തേളിനെ തിന്നാതെ ജീവിക്കാനാവാത്ത അവസ്ഥയാണ്. തേളില്ലെങ്കിലും പാമ്പായാലും മതി, ഇസ്മായിൽ ഹാപ്പിയാണ്. أنا أدمنت عليهن فإذا ما آكل يوميا أو بين يوم ويوم يعني على القليل بين يوم ويوم لازم آكل لي عقربين 3 أو حية. തണുപ്പായാൽ ഇസ്മായിലിന് കഷ്ടകാലമാണ്. ഈ സമയം തേളുകൾ അധികം പുറത്തിറങ്ങാറില്ല. അതിനാൽ വേനൽക്കാലത്ത് തന്നെ അവയെ ശേഖരിച്ചു വെക്കും. ഇസ്മായിലിൻ്റെ ഈ ശീലം കുടുംബാംഗങ്ങൾക്ക് ആദ്യമൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കിയെങ്കിലും ഇപ്പോൾ അവരും പൊരുത്തപ്പെട്ടു കഴിഞ്ഞു. എന്നാൽ പക്ഷികളെ വിൽക്കുന്ന ഇയാളുടെ കടയിൽ വരാൻ ആവശ്യക്കാർ മടി കാണിക്കുന്നു. بالنسبة لإسماعيل هوايته ياكل عقارب وياكل حياية ويحب يعني هالحيوانات وعنده محل مال طيور هو والناس يا الزبائن اللي تشتري منه يعني يجون يشترون منه يشوفوه ياكل عقارب أو ياكل أفائي. ഈ ശീലം തുടങ്ങുന്നതിന് മുമ്പ് കർഷകനായ ഇസ്മായിലിന് പലതവണ തേളിന്റെ കുത്തേറ്റിട്ടുണ്ട്. എങ്കിലും ഒരിക്കലും ചികിത്സ തേടിയിട്ടില്ല. തേൽ വിഷത്തെ പ്രതിരോധിക്കാനുള്ള ശേഷി ഇയാളുടെ ശരീരം നേടിയെടുത്തത് ഒരുപക്ഷെ ഇങ്ങനെയാകാം. ന്യൂസ് ഡെസ്ക് മീഡിയ 1. പ്രേക്ഷകരാരും തേൽ കഴിച്ചു നോക്കാൻ ധൈര്യപ്പെടില്ലെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു വാർത്ത നോക്കാം. മാർക്കറ്റിംഗ് രംഗത്തെ പ്രമുഖ സ്ഥാപനമായ ടെക് ഓർബിറ്റ് ലൈഫ് ആൻഡ് റിച്ച് എന്ന ബ്രാൻഡ് നെയിമിൽ 8 പുതിയ ഉൽപ്പന്നങ്ങൾ വിപണിയിലിറക്കി. ചടങ്ങിൽ ഷെയ്ഖ് മുഹമ്മദ് ബിൻ മക്തൂം അൽ മക്തൂം, മന അൽ സുവൈദി, നടി കാവ്യ മാധവൻ, ടെക് ഓർബിറ്റ് ചെയർമാൻ അബ്ദുള്ള പൊയിൽ, മാനേജിംഗ് ഡയറക്ടർ സലീം എന്നിവർ പങ്കെടുത്തു. ഇന്ത്യയിലെ ആഡംബര ജ്വല്ലറി ബ്രാൻഡായ ഗീതാഞ്ജലിയുടെ പുതിയ ബ്രാഞ്ച് ദുബൈയിൽ പ്രവർത്തനം ആരംഭിച്ചു. ദുബൈ മാളിലെ പാരീസ് ഗാലറിയിൽ ബോളിവുഡ് നടി ബിപാഷ ബസു ഉദ്ഘാടനം ചെയ്തു. ഗീതാഞ്ജലി ഗ്രൂപ്പ് മേധാവി മെഹുൽ ചോക്സി, പാരീസ് ഗാലറി CEO മുഹമ്മദ് അബ്ദുൾ റഹീം അൽ ഫഹീം എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ഇനി ഇന്നത്തെ കറൻസി നിലവാരം നോക്കാം. സൗദി റിയാൽ 14.81, UAE ദിർഹം 15.24, ബഹ്റൈൻ ദിനാർ 148.55, ഖത്തർ റിയാൽ 15.37, കുവൈത്ത് ദിനാർ 194.79, ഒമാൻ റിയാൽ 145.47. സുരക്ഷാ പ്രശ്നങ്ങൾ ആശങ്കയായി തുടരുന്നതിനിടയിലാണ് ജൂൺ 15-ന് ബ്രസീലിൽ കോൺഫെഡറേഷൻ ഫുട്ബോൾ ടൂർണമെന്റിന് തുടക്കമാകുന്നത്. സുരക്ഷാ പ്രശ്നങ്ങൾ മറികടക്കാൻ ബ്രസീൽ സൈന്യത്തിലെ സ്പെഷ്യൽ ഫോഴ്സിന്റെ സഹായം തേടുകയാണ് സംഘാടകർ. ടൂർണമെന്റിന്റെ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ്. അടുത്ത വർഷം ജൂണിൽ ആതിഥേയത്വം വഹിക്കുന്ന ലോകകപ്പ് ഫുട്ബോളിന്റെ തയ്യാറെടുപ്പാണ് കോൺഫെഡറേഷൻ കപ്പ് ഫുട്ബോൾ. ജൂൺ 15-ന് ആരംഭിച്ച് 30-ന് അവസാനിക്കുന്ന ടൂർണമെന്റിൽ 3,35,000 പേർ വിവിധ രാജ്യങ്ങളിൽ നിന്നായി എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 6 സ്റ്റേഡിയങ്ങളിലാണ് മത്സരങ്ങൾ. ടൂർണമെന്റിന്റെ മുഖ്യവേദിയായ മരക്കാന സ്റ്റേഡിയം നിലകൊള്ളുന്ന റിയോ ഡി ജാനറോയിലടക്കം നിരവധി സുരക്ഷാ പ്രശ്നങ്ങളാണ് ഉയർന്നിട്ടുള്ളത്. മയക്കുമരുന്ന് ആയുധ മാഫിയകളാണ് പ്രധാന തലവേദന. റിയോ ഡി ജാനറോയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിൽ വിദേശ വനിത പീഡനത്തിനിരയായത് വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമായിരുന്നു. നഗരത്തിൽ അമേരിക്കൻ വനിത കൂട്ടബലാത്സംഗത്തിനും ഇരയായിരുന്നു. ഒപ്പം പ്രശ്നക്കാരായ ഫുട്ബോൾ ആരാധകരും സുരക്ഷയ്ക്ക് ഭീഷണിയാണ്. ഇതിനിടയിലാണ് സുരക്ഷയ്ക്കായി സൈന്യത്തെ നിയോഗിച്ചത്. ഇന്നലെ സൈന്യം മോക്ക് ഡ്രിൽ നടത്തി. ടൂർണമെന്റ് 100% സമാധാനപരമാക്കാൻ സൈന്യം ഒരുങ്ങിയതായി ലഫ്റ്റനന്റ് കമാൻഡർ ഓസ്മർ പെൻഹ പറഞ്ഞു. As tropas já estão mobilizadas, estão ultimando a fase de preparativos e de adestramentos específicos
e com certeza a partir do dia 15, quando estaremos iniciando o período efetivo da Copa das Confederações, tudo estará 100% em condições de ser empregado. സാമ്പത്തിക ശക്തിയായി വളരുന്ന ബ്രസീലിന് ലോകസമൂഹത്തിന് മുന്നിൽ തങ്ങളുടെ ശക്തി തെളിയിക്കാനുള്ള അവസരമാണ് ഇപ്പോൾ കൈവന്നിരിക്കുന്നത്. അതിന്റെ ആദ്യപടിയാണ് കോൺഫെഡറേഷൻ കപ്പ്. അടുത്ത വർഷം ലോകകപ്പും 2016 ഒളിമ്പിക്സും ബ്രസീലിലാണ് നടക്കുക. സ്പോർട്സ് ഡെസ്ക് മീഡിയ 1. കാട്ടുകളന്മാരെ കാട് നോക്കാൻ ഏൽപ്പിച്ചാൽ എന്ത് സംഭവിക്കും? കാട് മുടിയുമെന്ന് പറയാൻ വരട്ടെ. തേക്കടി പെരിയാർ റിസർവോയർ വരെ ഒന്ന് പോകാം. അവിടെ കാട് സംരക്ഷിക്കുന്ന ഒരു പിടി ഗാർഡുകളെ പരിചയപ്പെടാം. തേക്കടി വനത്തിൽ ട്രക്കിങ്ങിന് പോകുന്നവരുടെ സഹായികളാണ് ഇവർ. ഒരു കാലത്ത് വനം വകുപ്പിന് തലവേദനയായിരുന്ന കാട്ടുകളന്മാർ ഇപ്പോൾ കാട് സംരക്ഷിച്ച് പ്രായശ്ചിത്തം ചെയ്യുന്നു. വനവിഭവങ്ങൾ മോഷ്ടിച്ച് തമിഴ്നാട്ടിലെത്തിച്ച് വിറ്റായിരുന്നു ഉപജീവനം. ഇതിലൂടെ കിട്ടുന്ന തുച്ഛമായ പ്രതിഫലമായിരുന്നു ജീവിതമാർഗം. തോമസ്, കുഞ്ഞുമോൻ, ഗണേഷ്, പാണ്ഡ്യൻ എന്നിവരടങ്ങിയ സംഘം പലതവണ മോഷണത്തിന് പോലീസ് പിടിയിലായി. ഞാൻ ഇവിടെ ഈ കാടിനകത്ത് കയറി ചന്ദനം വെട്ടും വെടിവെപ്പും അല്ലാതെ ഇല്ലീഗലായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. ഇപ്പോൾ ഒരു 30-35 വർഷമായി ഞാനത് ചെയ്യാൻ തുടങ്ങിയിട്ട്. അത് കഴിഞ്ഞിപ്പോൾ ഒരു 16 വർഷമായിട്ട് ഈ എക്കോ ഡെവലപ്മെൻ്റ് ഒരു കമ്മിറ്റി വന്ന കാരണം വനവൽക്കരണമായിട്ട് വനസംരക്ഷണമായിട്ട് ഇങ്ങനെ കൂടി നല്ലൊരു ജോലിയായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. 1998 ഇവർ കീഴടങ്ങിയത്. വനംവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരായ പ്രമോദ് ജി കൃഷ്ണൻ, ബെന്നിച്ചൻ തോമസ്, പത്മ മൊഹന്തി, രാജു കെ ഫ്രാൻസിസ് എന്നിവരുടെ പ്രേരണയിലായിരുന്നു ഇത്. പിന്നീട് അവർ പുതിയ തൊഴിൽ കണ്ടെത്തി. 180 വനം കൊള്ളക്കാരെ ഇവർ പിടികൂടി. 240 വനം കൊള്ള കേസുകൾക്ക് തുമ്പുണ്ടാക്കി. ഇതോടെ ഇവർ വനം വകുപ്പിന് പ്രിയപ്പെട്ടവരായി. അങ്ങനെയാണ് പുതിയ ജോലിയിൽ പ്രവേശിച്ചത്. ഒരു കാലത്ത് കാട്ടുകള്ളന്മാരായിരുന്നു ഇവർ. ഇന്ന് കാടിനെ കാട്ടുകള്ളന്മാരിൽ നിന്നും രക്ഷിക്കുന്ന വനപാലകരാണ്. തേക്കടിയിൽ നിന്നും ക്യാമറാമാൻ സിജു വാഗമണ്ണൊപ്പം ബിജു തറയിൽ, മീഡിയ 1.